ഗുഡ് ഈവനിംഗ് ഡേയ്സ്, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. അങ്ങനെ നമ്മൾ ഈ ആഴ്ചയിലെ മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച മാത്രമല്ല, കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് വളരെ വലിയ തോതിൽ വോളറ്റൈലാണ്. 26,000 എന്ന് പറഞ്ഞ റേഞ്ചിൻ്റെ മുകളിൽ പോകും, വീണ്ടും താഴെ വരും, വീണ്ടും മുകളിൽ പോകും. ആകെ ഒരു പുക മറയാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. ഒരുപാട് ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ ഒന്നാമത് ഓൾ ടൈം ഹൈ ആണ്. കൂടാതെ തന്നെ FISൻ്റെ ആക്ടിവിറ്റീസ്, ഇന്ത്യൻ റുപ്പീസിൻ്റെ ഫോളോ എല്ലാം തന്നെ നമുക്ക് ഇന്ന് വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമ്മൾ സ്ഥിരമായിട്ട് പ്രീ മാർക്കറ്റ്, പോസ്റ്റ് മാർക്കറ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിലേക്ക് ഒരു ചെറിയ ഒരു എത്തിനോട്ടം ആവാം. കഴിഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം, അതായത് 26,200 പരിസരത്താണ് ഓപ്പൺ ചെയ്തത്. 26,000 താഴെ പോയി 25,700 പരിസരത്ത്, അതായത് 474 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ ഉണ്ടായ നിഫ്റ്റി വ്യാഴം വെള്ളി ദിവസം കൊണ്ട് ഒന്ന് കയറി 26,037 മാർക്കറ്റിൻ്റെ നിൽപ്പ്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിൽ അത്ര നല്ല കാര്യങ്ങൾ അന്ന് അല്ല സംഭവിച്ചിട്ടുള്ളത്. US മാർക്കറ്റിലെ ഏറ്റവും താഴെ നാസ്ഡാക്ക് 1.69% ഇടിഞ്ഞു. ഡോ ആവട്ടെ 0.5% ഇടിഞ്ഞു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഇടിഞ്ഞ ഒരവസ്ഥയിലാണ് ഉള്ളത്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. എന്തൊക്കെയാണ് നമ്മളുടെ മാർക്കറ്റിൽ ഇനി ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ കണ്ടേക്കാം. ഇനി നിഫ്റ്റി മുകളിലേക്ക് അല്ലെങ്കിൽ നിഫ്റ്റി ഇനി താഴേക്ക്. എല്ലാ ആളുകളും അവരുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് പറയും. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മൾ അത് വിശ്വസിച്ച് അത് വിശ്വസിച്ചതിൻ്റെ പുറത്ത് പല ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതല്ല. നമ്മൾ എല്ലാം കേൾക്കുക, എല്ലാ അറിവുകളും നേടുക, പക്ഷേ തീരുമാനങ്ങൾ നമ്മളുടേതാവണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ വരുന്ന ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഇനി നിഫ്റ്റി മുകളിലേക്ക് അല്ലെങ്കിൽ നിഫ്റ്റി ഇനി താഴോട്ട്. അപ്പോൾ ഇനി നിഫ്റ്റി താഴോട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളെല്ലാം തന്നെ വിറ്റ് മാറും. ഇനി നിഫ്റ്റി മുകളിലേക്കാണെന്ന് ഒരാൾ ഉറപ്പിച്ച് പറയുമ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് ഇനിയിപ്പോൾ സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാം. നമ്മൾ മാർക്കറ്റിലുള്ള ഈ ഓരോ വാർത്തകൾ പിക്ക് ചെയ്ത് നമ്മളേതായിട്ടുള്ളൊരു അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്താ ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്ന കാര്യം? ഒന്ന്, പുതിയതായിട്ട് കാനഡ നമുക്ക് താരിഫ് ഏർപ്പെടുത്തി. 2, US താരിഫ് ഏർപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ തുടർ ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല. ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉള്ളത് കഴിഞ്ഞ വീക്കെൻഡിൽ PM മോഡിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു ഡെവലപ്മെൻ്റ് ഉള്ളത്. ഇനി ഇന്ത്യൻ റുപ്പീസിലേക്ക് വരാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് ശക്തമായ രീതിയിലേക്ക് കഴിഞ്ഞ 6 മാസം കൊണ്ട് ഏകദേശം 8% ഒരു ക്രാഷാണ് ഉണ്ടായിട്ടുള്ളത്. റുപ്പീസിൻ്റെ ചാർട്ട് ഒരു റെഫറൻസിന് വേണ്ടി കാണാം. 2025 മെയ് മാസത്തിൽ 84 രൂപയാണ് ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് എങ്കിൽ ഇപ്പോൾ അത് ഏകദേശം ഒരു 8% ഉയർന്ന് ഇപ്പോൾ 90 രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മാർക്കറ്റിന് ഇത് നെഗ്ലക്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. സെയിം ടൈമാണ് നമ്മുടെ FISൻ്റെ ആക്ടിവിറ്റീസ് ഉള്ളത്. FISൻ്റെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ മന്ത്ലി അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡിസംബർ മാസം 19,000 കോടി രൂപ അവർ സെല്ല് നടത്തി. ഡിസംബർ 12, 11, 10, 9, 8 തീയതികളിൽ അവരുടെ സെല്ലിങ് കാണാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും അവർ സെല്ലേഴ്സാണ്. കഴിഞ്ഞ ആഴ്ച ഉടനീളം സെല്ലേഴ്സാണ്. നിങ്ങൾക്ക് പറയാൻ ആയിട്ടൊരു വാദപ്രതിവാദത്തിന് വേണ്ടി പറയാം DIS ഇവിടെ ബയേഴ്സ് അല്ലേ എന്നുള്ളത് പറയാം. കാരണം DISൻ്റെ കോളത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും അവർ ബയേഴ്സാണ്. നെറ്റ് ബൈ അവർ ഏകദേശം നമ്മൾ 39,000 കോടി രൂപ കഴിഞ്ഞു. കൂടാതെ തന്നെ നമ്മുടെ FISൻ്റെ അല്ല, നമ്മുടെ മ്യൂച്വൽ ഫണ്ട് SIP, അത് SIP ഇൻഫ്ലോ എന്ന് പറയുന്നത് ഇപ്പോൾ 29,000 കോടി രൂപയായിട്ടുണ്ട്. അതും അതിന് മുമ്പുള്ള മാസങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലും വളരെ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമാണ്. എങ്കിലും FISൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സെല്ല് FISന് വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു ബൈങ് വേണം. റുപ്പീസ് ഈ പറയുന്ന പോലെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 85 രൂപയിലേക്കും വരണം എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിന് ഇനി മുന്നോട്ട് 26,300 മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് ഈ ഘടകങ്ങളും വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒന്നാണ്. അപ്പോൾ അത് ഈ പറയുന്ന ഒരു വ്യക്തിക്ക് അത് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇന്ത്യ US ബന്ധങ്ങൾ, ഇനി വരുന്ന വ്യാപാര ചർച്ചകൾ ഏത് നിലയിലായിരിക്കാം, അപ്പോൾ അതിനിടയിൽ കാനഡയിൽ നിന്ന് വരുന്ന പ്രഷർ അത് ഏത് നിലയിലായിരിക്കാം നമ്മൾ തരണം ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മാർക്കറ്റ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഫാക്ടറാണ്. അതുമാത്രമല്ല, അടുത്ത ആഴ്ച വരാനുള്ള ഒരു ഈവൻറ്റുകൾ, അതായത് ഇനിയും വരാനില്ലാത്ത ഈവൻറ്റുകൾ ഇനിയും നമ്മൾ നോക്കാം. കഴിഞ്ഞ അടുത്ത ആഴ്ചയിലേക്കുള്ള ഈവൻറ്റ് നോക്കുമ്പോൾ
ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ മൺഡേയിൽ US നിന്ന് മേജർ ഈവൻ്റ് ഇല്ല. ട്യൂസ്ഡേയിൽ ഇന്ത്യയുടെ സർവീസ് PMI, US നിന്ന് അൺഎംപ്ലോയ്മെൻ്റ് ഡേറ്റ. വെനസ്ഡേ ഇന്ത്യയിൽ നിന്ന് ഈവൻറ്റുകളില്ല. US നിന്ന് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഉണ്ട്. തേഴ്സ്ഡേ ഇന്ത്യയുടെ ഈവൻ്റ് ഇല്ല. എന്നാൽ US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. ഫ്രൈഡേ ഇന്ത്യയുടെ ഫോറിൻ റിസർവ് ഡേറ്റ വരുന്നുണ്ട്. US നിന്ന് PCE ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ US ഇൻഫ്ലേഷൻ ഡേറ്റ എന്തായിരിക്കും? ഇനിയിപ്പോൾ ക്രൂഡിൻ്റെ വില ഇപ്പോൾ നമുക്ക് ഓൾറെഡി തന്നെ ക്രൂഡ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഒരു $100 90 രൂപയായപ്പോൾ നമ്മളുടെ എന്ത് സംഭവിച്ചു? നമ്മുടെ ക്രൂഡിൻ്റെ ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട് വളരെയധികം എക്സ്പെൻസീവായി. പേരിന് നമുക്ക് പറയാം IT കമ്പനീസിന് ഗുണകരമല്ലേ, ടെക്സ്റ്റൈൽസിന് ഗുണകരമല്ലേ, ഫാർമക്ക് ഗുണകരമല്ലേ എന്ന് നമുക്ക് ഇവിടെയും വാദപ്രതിവാദത്തിന് വേണ്ടി പറയാം. പക്ഷേ നമ്മൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഈ ഓൾറെഡി തന്നെ നമുക്ക് താരിഫ് പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് ഈ US ഡോളറിന് ഇത്രയധികം എക്സ്പെൻസീവ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്കത് മറികടക്കാനായിട്ട് പറ്റുന്നത്? ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്താണ് മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള ഒരു പോക്ക്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാം കേൾക്കുക, എല്ലാം നമ്മളുടെ രീതിയിൽ വിശകലനം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ കുറച്ച് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് മാത്രം പോകും. കാരണം നാളെ രാവിലെ പ്രീ മാർക്കറ്റിൽ വിശദമായിട്ട് സ്റ്റോക്കുകളുടെ ന്യൂസുകൾ നമ്മൾ പറയുന്നുണ്ട്. ആദ്യം വിപ്രോയുടെ ന്യൂസാണ് ഇത്. ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല കേട്ടോ. വിപ്രോ ഇവർ ഗൂഗിൾ ക്ലൗഡായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഗോദാവരി പവർ കമ്പനി ഇവർ 1265 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി അപ്രൂവ് ചെയ്തു. KEC ഇൻ്റർനാഷണൽ കമ്പനിക്ക് 1150 കോടി രൂപയുടെ ഓർഡർ കിട്ടി. NLC ഇന്ത്യ കമ്പനി ഇവർ PTC ആയിട്ട് 2000 മെഗാവാട്ടിൻ്റെ ഗ്രീൻ എനർജി പ്രൊജക്റ്റ് സൈൻ ചെയ്തു. പേടിഎം 2250 കോടി രൂപ പേടിഎം പേയ്മെൻറ്റ് സർവീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചു. BL കമ്പനിക്ക് 700 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഒല കമ്പനി അവർ ഹൈഡ്രോ ഡെലിവറി 4280 ഭാരത് സെൽ പവർ വെഹിക്കിൾസ് അവർ പ്രൊഡക്ഷൻ ആരംഭിച്ചു. അവാൻഡൽ കമ്പനി 13 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഇൻഡിഗോ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായ കമ്പനി ഇപ്പോൾ തിരികെ കയറുകയാണ്. കമ്പനിയുടെ സർവീസൊക്കെ ഓൾമോസ്റ്റ് ത്രൂ ആയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. കൂടാതെ തന്നെ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച യാത്രക്കാർക്ക് അവർ ഈ കൂപ്പൺ കോഡെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്, വൗച്ചർ കോഡ് കൊടുക്കുന്നുണ്ട്. PVR അതെ, PVR പുതിയ ഹൈദരാബാദിൽ 11 സ്ക്രീനൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളെ അവതാറൊക്കെ വരികയാണ്. PVR ഇന്ന് ഒരുപാട് സ്ക്രീൻ ഇപ്പോൾ IMAXും അങ്ങനെ ഒരുപാട് സ്ക്രീനുകളൊക്കെ PVR ഓപ്പൺ ചെയ്യുന്നുണ്ട്. SEVN കമ്പനിക്ക് 100 മെഗാവാട്ടിൻ്റെ ഒരു ഓർഡർ കിട്ടി എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ വീണ്ടും ബാക്ക് ടു നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഈ ഘടകങ്ങളെല്ലാം തന്നെ ഓരോരോ ഫാക്ടറും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അപ്പോൾ ഓരോ വീഡിയോസും നിങ്ങൾ കാണുക, എല്ലാവരുടെയും വീഡിയോസ് കാണുക, പക്ഷേ നിങ്ങളുടേതായുള്ള രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്യുക. ഈവൻ നമ്മുടെ ചാനലും പറയുന്ന കാര്യങ്ങൾ അതേപടി നിങ്ങൾ വിശ്വസിക്കുകയും വേണ്ട, നിങ്ങളത് അനലൈസ് ചെയ്യുക. എന്താണ് പറഞ്ഞത് ശരിയാണോ, എന്തൊക്കെയാണെന്നുള്ള ന്യൂസുകൾ ക്രോസ് ചെക്ക് ചെയ്യുക. കാരണം പണം നമ്മളുടെയാണ്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.